അപ്പോൾ നമ്മളെല്ലാവരും ചന്ദ്രന്റെ കാഴ്ചകൾ കാണാൻ റെഡി ആയിട്ടിരിക്കല്ലേ? ചന്ദ്രനെ കുറിച്ചിട്ട് എന്തെങ്കിലും കഥകൾ നിങ്ങൾക്കറിയാം? അമ്മാമ്മക്കറിയാം? ചന്ദ്രനെ കാണിച്ചിട്ടാണ് കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കുക. ഒരു വയ കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കും ചെറുപ്പത്തിൽ. വേറെ എന്തെങ്കിലും കഥകൾ അറിയാം? ചോറ് കൊടുക്കാൻ വേണ്ടി ഒരാൾ പണ്ട് എങ്ങുമ്പോൾ കയറി ചോറ് കൊടുത്തിട്ട് ഇരുന്നിട്ട് വിടും. തെങ്ങുമ്പോ കയറി തൊട്ടിട്ട് കൊടുക്കണത്തിന്റെ ചോറ് കൊടുക്കാൻ. ശരി ശരി. അപ്പൊ ചന്ദ്രനെ കുറിച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ചന്ദ്രൻ ആദ്യം ഒരു ചെറിയ പട്ടുപോലെ, ഇങ്ങനെ ചെറിയൊരു വട്ടുപോലെ ചന്ദ്രൻ ഉദിക്കും. ഉദിച്ച് വലുതായി പൂർണ്ണചന്ദ്രനാവും. പൂർണ്ണചന്ദ്രൻ എല്ലാവരും കണ്ടില്ലേ? കണ്ട് അത് ശേഷം ചന്ദ്രൻ ചെറുതായി അമാവാസിയാവും. ചന്ദ്രനെ കാണാത്ത ദിവസം. ഇതാണ് ഒരു ചന്ദ്രമാസം. എന്താ? വെളുത്തവാവും കറുത്തവാവും. പൂർണ്ണചന്ദ്രൻ ഉണ്ടാവുമ്പോ വെളുത്തവാവും. കുറഞ്ഞ് വരുമ്പോ കറുത്തവാവും. മാസത്തില് ചന്ദ്രന് രണ്ട് പക്ഷങ്ങളുണ്ട്. വെളുത്ത പക്ഷമുണ്ട്, കറുത്ത പക്ഷമുണ്ട്. ആദ്യത്തെ 14 ദിവസത്തിന് വെളുത്ത പക്ഷം എന്ന് പറയും. പണ്ടുള്ള ആളുകള് ചെടിക്ക് വിത്തിടാനും അല്ലെങ്കിൽ തൈ നടാനൊക്കെ ഉപയോഗിക്കുക ഈ വെളുത്ത പക്ഷത്തിലാണ്. ഈ വെളുത്ത പക്ഷത്തിന് സംസ്കൃതത്തിൽ മറ്റൊരു പേരുള്ളത് ശുക്ലപക്ഷം എന്നാണ്. മക്കളുണ്ടാക്കാനും അങ്ങനെ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം ഈ ആദ്യത്തെ 14 ദിവസങ്ങളാണ്. അതിനുശേഷമുള്ളതാണ് കറുത്ത പക്ഷം. അവസാനത്തെ 14 ദിവസങ്ങളെയാണ് കറുത്ത പക്ഷം, കൃഷ്ണപക്ഷം എന്നാണ് പറയാം. ശ്രീകൃഷ്ണന്റെ നിറം കറുത്തതായതുകൊണ്ട് കൃഷ്ണപക്ഷം എന്നാണ് പറയാം. മരം മുറിക്കാനൊക്കെ ഉപയോഗിക്കുക കൃഷ്ണപക്ഷത്തിലാണ്. ഈ അമാവാസി ദിവസത്തിന് മരം മുറിച്ചു കഴിഞ്ഞാൽ അതിന് ആ കുത്തൽ വരില്ല എന്നാണ്, അല്ലേ? അങ്ങനെ കേട്ടില്ല. അപ്പൊ രണ്ട് പക്ഷങ്ങള്, ഒന്ന് പറഞ്ഞേ, ഏതൊക്കെ പക്ഷങ്ങള്? വെളുത്ത പക്ഷവും കറുത്ത പക്ഷവും. ഈ രണ്ട് പക്ഷങ്ങളാണുള്ളത്. ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ഓരോ ജീവിതവുമായിട്ട് കണക്ട് ചെയ്താണ്. ചില ആളുകൾക്ക് മാസത്തിലൊരു പ്രത്യേക ദിവസം വന്നു കഴിഞ്ഞാൽ ആസ്മയുടെ അസുഖം ഉണ്ടായിരിക്കും, അല്ലേ? ആർക്കെങ്കിലും ഇവിടെ ആസ്മയുടെ അസുഖമുള്ളവരുണ്ടാവും? വാവെടുക്കുമ്പോ, ഏത് വാവെടുക്കുമ്പോ? കറുത്ത പക്ഷത്തിലെ വാവെടുക്കുമ്പോ ചില ആളുകൾക്ക് ശ്വാസം മുട്ടുണ്ടാവില്ല, അല്ലേ? വേറെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാവില്ല. ചില ആളുകൾക്ക് വെളുത്ത പക്ഷത്തിലും ഇതുപോലെ ആസ്മയുടെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ, അല്ലേ? വാവിനാണ് ഇനി നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ശ്വാസമുട്ടൽ വരുന്ന സമയത്ത് ഒരു പുസ്തകത്തിന് അതിൻ്റെ ഡേറ്റും സമയമൊക്കെ ഒന്ന് എഴുതി വെക്കണം. 2 or 3 പ്രാവശ്യം ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഏത് ദിവസത്തിലാണ് ശ്വാസമുട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും. ചില ആളുകൾക്ക് പൗർണമിയിലാവും വരിക, ചില ആളുകൾക്ക് കറുത്തവാവിലാവും വരിക. അപ്പൊ ആളുകളുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് ദിവസങ്ങളുടെ ഈ മാറ്റങ്ങൾ വരിക. വരുന്ന ദിവസങ്ങൾ കൃത്യമായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക കേട്ടോ. നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലെങ്കിൽ വേറൊരാളിനോട്
ഇന്ന ദിവസത്തിൽ ശ്വാസം മുട്ട് വന്നെന്ന് എഴുതി വെക്കുക. ആ ആരോഗ്യവതിയാണ് അല്ലേ? വന്ന പാടെ എന്റെ കൈ നോക്കിയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? അപ്പോ ഇത് ജീവിതവുമായിട്ട് കണക്ട് ചെയ്യാം. നിങ്ങളുടെ എന്തെങ്കിലും വയറ് സംബന്ധമായിട്ടോ ആരോഗ്യ സംബന്ധമായിട്ടോ എന്ത് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലും ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം ഇവിടെ ഗഫൂർ സാഹിബുണ്ട്, മൂപ്പരോട് ചോദിക്കുക ഇത് ചന്ദ്രൻ്റെ ഏത് ദിവസത്തിലാണ്. അപ്പോൾ ഇത് ഉദാഹരണത്തിന് ജനുവരി 16-ാം തീയതി ഒരു അസുഖം വന്ന് എഴുതി വെക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചന്ദ്രൻ്റെ ഏത് ദിവസത്തിലാണ് ഇത് വന്നതെന്നും കൂടി എഴുതി വെക്കുക. 2 ദിവസം എഴുതി വെക്കണം. ചന്ദ്രൻ്റെ ദിവസം എഴുതണം, പിന്നെ അതുപോലെ തന്നെ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയുള്ള ഗ്രിഗോറിയൻ ദിവസങ്ങളും എഴുതി വെക്കണം. എഴുതി ഇങ്ങനെ 2 മാസം 3 മാസം എഴുതി വെച്ച് കഴിഞ്ഞാൽ പിറ്റത്തെ മാസത്തിൽ ഏത് ദിവസത്തിലാണ് ഈ പ്രയാസം വരിക എന്നുള്ളത് മുൻകൂട്ടി നമുക്കെന്നെ കണ്ടെത്താൻ പറ്റും. ശരിക്കും ചന്ദ്രൻ്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാലം നിർണ്ണയിക്കാൻ പറ്റും, മനുഷ്യൻ്റെ ആരോഗ്യപരമായ മാറ്റങ്ങൾ. നിങ്ങൾ വേലിയേറ്റം വേലിയിറക്കം കണ്ടില്ല? എന്താ വേലിയേറ്റം വേലിയിറക്കം? കടല് ഉള്ളിലേക്ക് വലിയതാണ് വേലിയിറക്കം. കടല് വരുന്നതാണ് വേലിയേറ്റം. അമ്മാമ്മ കടലിൻ്റെ അടുത്ത് ഇരുന്ന കടലൊക്കെ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടല്ലോ. സ്കൂളൊക്കെ പഠിക്കുമ്പോൾ അറിയാലോ വേലിയേറ്റം വേലിയിറക്കം. അങ്ങനെ കേട്ടിട്ടുണ്ട്. നല്ലൊരു കയ്യടി കൊടുത്തേ. സ്കൂളിൽ പഠിച്ചത് ഇപ്പോഴും ആലോചിച്ച് ഉത്തരം പറഞ്ഞില്ലേ? നല്ലൊരു കയ്യടി കൊടുത്തേ. മാമി അടിച്ചോളേ, പക്ഷെ കയ്യടിയിട്ട് പോരാ. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഈ കയ്യടി പോരാ. നല്ലൊരു കയ്യടി, വെരി ഗുഡ്. ഇനി ആർക്കെങ്കിലും ആ ഉത്തരം അറിയോ? വേലിയേറ്റം വേലിയിറക്കം. വേലിയേറ്റം വേലിയിറക്കം കണ്ടൂരുണ്ടോ? പുഴയിൽ കടലിന്റെ അടുത്ത് പുഴ കുറച്ച് വിട്ടിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കൽപ്പാടം കൽപ്പാടം എന്നാണ് പറയുന്നത്. അപ്പൊ അത് വേലിയേറ്റത്തിന് ഇങ്ങനെ വരും, പുഴ നിറയും. കടലിൽ നിന്നാണ് കേൾക്കുന്നത് തിര വന്നിട്ട്. അങ്ങനെ പിന്നെ പുഴ നിറയും, പിന്നെ പാടത്തേക്ക് വരും. അപ്പൊ അതില് മത്സ്യങ്ങളും എല്ലാം ഇങ്ങനെ വരും. അപ്പൊ എല്ലാരും ഇങ്ങനെ പിടിക്കും മത്സ്യം. ചെള്ളി എന്ന് പറയും, ചെമ്മീന്റെ കുട്ടികള് അതിങ്ങനെ പോരും. കൊട്ടക്കൈയിൽ പോയിട്ട് ഒരു ഇങ്ങനെ പോരി എടുക്കില്ല അവിടെ ഉണ്ടാകും. നല്ല നല്ലൊരു ഈ അമ്മാവൊക്കെ നല്ലൊരു കൈയ്യൊക്കെ അനുഭവമാണോ പറയുന്നത്? ഇഷ്ടംപോലെ കണ്ടിട്ട് നീ പിടിച്ചിട്ടുണ്ട്. അതെ, നല്ല രസമായിരിക്കും. ഇനി ആരെങ്കിലും വേലിയേറ്റം വേലിയിറക്കം കണ്ടവരുണ്ടോ? 12 മണി സമയത്ത് ഇങ്ങനെ വരും. അതിന് കുറച്ച് സമയം കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും. ആ വരുന്ന നേരത്തെ അതിൽ മീനൊക്കെ വരും ഇങ്ങനെ. അപ്പൊ പിടിക്കുന്ന ഈ വേലിയേറ്റം വേലിയിറക്കമുള്ളത് സംഭവിക്കുക ചന്ദ്രന്റെ ഉദയ സമയം അസ്തമയ സമയം കണക്കാക്കിയിട്ടാണ്. അതിനെ 3 മണിക്കാണ് ആ വേലിയേറ്റം. 3 മണി കഴിഞ്ഞാൽ ആ വേലിയിറക്കം. അപ്പം വെള്ളത്തിൽ നിന്ന് കരടുകളൊക്കെ കര കൊണ്ടുവരും. പിന്നെ ആ സമയം കഴിഞ്ഞാൽ വെള്ളത്തിൽ ഒഴുകി പോകും. അമ്മാമ അങ്ങനെ കണ്ടില്ല അതൊക്കെ ഞങ്ങൾ ഇഷ്ടം പോലെ കണ്ടത്. തോടുണ്ട്, ആ തോട് നിന്നിപ്പോൾ വലിയ ഇതായി മാറിയിട്ടുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ കളിച്ച് വളർന്നു. 17 കൊണ്ടോട്ടി 17 വളരെ വലിയൊരു തോടുണ്ട്. അത് പുഴയിലേക്ക് വലിയ പവർക്ക് പുഴയിലേക്കുള്ള കയ്യാണ്. ആ തോടിൽ ഞങ്ങൾ കളിച്ച് വളർന്നാണ് അത് കര കൊണ്ടിട്ട് ഞങ്ങൾ കാണാം. അപ്പോൾ വേലി ഏറ്റത്തിന് ഈ കരടുകളൊക്കെ ചല്ലി തലകളൊക്കെ ഇങ്ങനെ കര കൂടി കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ആ സമയം കഴിഞ്ഞാൽ പിന്നെ പോവല്ലേ? ചന്ദ്രന്റെ ഇരിക്കള് നോട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കടലൊക്കെ കാണാൻ പോവാറുണ്ട് ഇടക്ക്?
പോരല്ലേ? ആ, പോകുന്ന സമയത്ത് അതിൻ്റെ വേലിയേറ്റം വേലിയിറക്കം കണക്കാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അതുകൂടി ആസ്വദിക്കാൻ പറ്റും. അത് ചന്ദ്രന്റെ ഓരോ ദിവസത്തെയും ഉദയ സമയവും അസ്തമയ സമയവും തലക്ക് മീതങ്ങനെ വരുന്നതിന് മെറിഡിയൻ എന്ന് പറയാം. മെറിഡിയനവും കൂടി കണക്കാക്കിയിട്ടാണ്. ഓക്കെ, അപ്പോ നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ പറഞ്ഞ് വേലിയേറ്റവും വേലിയിറക്കവും പറഞ്ഞ് ഇനി നമുക്ക് കുറച്ചു നേരം ക്ലാസ് നിർത്തല്ലേ? നിങ്ങൾ എപ്പോഴാണ് ചന്ദ്രനെ കാണാൻ വരുന്നത്? ഇന്ന് ചന്ദ്രന്റെ എത്രാമത്തെ ദിവസം ആർക്കെങ്കിലും അറിയാം? ആ ചന്ദ്രന്റെ എത്രാമത്തെ ദിവസം ആർക്കും അറിയാം? ദിവസത്തിലുള്ള അറിയില്ല, ഇവിടുന്ന് അറിയില്ല. കാരണം ഇവിടെ കലണ്ടറില്ല. ആ ടൈമൊക്കെ നോക്കുമ്പോൾ അതറിയാം. ഇപ്പൊ കലണ്ടർ ഇവിടെ നോക്കാൻ ആർക്കും ഇതില്ല, പ്രഗത്ഭമില്ല. അത് ശരി. ചന്ദ്രന്റെ കലണ്ടർ ഇല്ലാത്തതുകൊണ്ട് അറിയിക്കാന്ന് പറയും. ചന്ദ്രന്റെ കലണ്ടർ ഇല്ലെങ്കിൽ പോലും 10ാമത്തെ ദിവസമല്ല. പത്താമത്തെ നാളാണോ ശരിക്ക? നാളാണ് പറയുന്നത്. 10ാമത്തെ നാളാണോ ചന്ദ്രന്റെ? ആ 10ാമത്തെ. ഇത് 8ാമത്തെ നാള്. ആ അഷ്ടമി. ഇപ്പോ ചന്ദ്രന് ഓരോ ദിവസത്തിനും ഓരോ പേരുകൾ പഴയ ആളുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രഥമ, ദ്വിതീയ, തൃതീയ എന്നൊക്കെ പറഞ്ഞിട്ട്. 10ാമത്തെ ദിവസം ഏകാദശി, ദ്വാദശി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പൗർണമിയിൽ അവസാനിക്കുന്നത്. ദശമി എന്ന് പറഞ്ഞ് 10, നവമി എന്ന് പറഞ്ഞ 9. അപ്പോ ചന്ദ്രന്റെ ദിവസങ്ങൾക്കും പേരുണ്ട്, മാസങ്ങൾക്കും പേരുണ്ട്. മാസങ്ങളുടെ പേര് ഭാരതീയ സംസ്കാരത്തിൽ ചൈത്രം, ആഷാഢം, മാർഗശീർഷ, ഫാൽഗുണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവസാനിക്കുന്നതാണ്. അറബിയിലും അങ്ങനെ അതിന് പേരുകളുണ്ട്. മുഹറം, സഫർ എന്ന് പറഞ്ഞിട്ടുള്ള റമദാൻ വരെയുള്ള പേരുകളൊക്കെ, അല്ലെങ്കിൽ ദുൽഹജ്ജ്. മലയാള മാസം വേറെ ഉണ്ട്. ഈ മലയാള മാസങ്ങളുടെ പേര് പറഞ്ഞില്ലേ? നമ്മൾ പണ്ട് ബാലരമയിലും ബാലഭൂമിയിലും ഒക്കെ ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് ആനനൊക്കെ വരക്കാറില്ലേ? ഇങ്ങനെ ഒരു വരട്ട് ഇങ്ങനെ ആന മോയലിനൊക്കെ വരക്കാറില്ലേ? കുത്തുകൾ ഇങ്ങനെ യോജിപ്പിച്ചിട്ട് ബാലരമയിലൊക്കെ ഉണ്ടാവും. അപ്പൊ ആ തരത്തില് ഓരോ നക്ഷത്രങ്ങൾക്ക് ഇങ്ങനെ വരട്ടിട്ട് ഓരോ ചിത്രങ്ങൾ കൊടുക്കുമായിരുന്നു. ആ ചിത്രങ്ങൾ കൊടുത്തിട്ട് ഓരോ മാസങ്ങൾക്കും ഓരോ പേര് കൊടുത്തു. ഇപ്പോ ചിങ്ങം, സിംഹത്തിന്റെ ചിത്രം ഇങ്ങനെ വരച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് ചിങ്ങം. ഇംഗ്ലീഷിൽ അതിന് ലിയോ എന്ന് പറയാം. പിന്നെ അങ്ങനെ ഓരോ ചിത്രങ്ങൾ, ആ ചിത്രങ്ങളൊക്കെ ഒന്ന് ആകാശത്തിൽ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇനി ഒരു 10 മിനിറ്റ് വിശ്രമിച്ചോട്ടെ. ഒന്ന് പ്രാർത്ഥിക്കാം. നക്ഷത്ര പങ്ക്തികളിൽ നിന്നും പ്രകാശവും ഉദിക്കും ദിവാകരം ഉദിച്ചത് ഉയർന്നതാണ്. പക്ഷീഗണം ഗരുഡനെ കണ്ട് കഴിഞ്ഞു രക്ഷിക്ക എന്നടിമ നാരായണായ നമഃ. നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. അപ്പേ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കാനായിക്കണം. അസ്തമിച്ച് ഒരു 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ ചന്ദ്രൻ നമുക്ക് കാണാൻ പറ്റും. 8ാമത്തെ ദിവസമാണ് ചന്ദ്രക്കല. ആ 8ാമത്തെ ചന്ദ്രക്കല നമുക്ക് അഷ്ടമിയിലെ ചന്ദ്രക്കല നമുക്ക് എല്ലാവർക്കും കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ സെക്ഷൻ വേണമെങ്കിൽ ഈ സെക്ഷനിലെ ഒരു നന്ദി പറയാൻ വേണ്ടിയിട്ട്